ധർമ്മപുത്രരുടെ സങ്കടം തീർന്നു. അതിനുശേഷം പിന്നീടുണ്ടായ കഥ വർണ്ണിക്കുകയാണ്. ഭഗവാൻ ദ്വാരകയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. ആർക്കാണ് ഭഗവാന്റെ ആ വിരഹം സഹിക്കാൻ സാധിക്കുക? കൃഷ്ണൻ്റെ ആ ഒരു നോട്ടം ഏറ്റവർക്ക് ഭഗവാനെ വിടാൻ സാധിക്കില്ല. ഇത് നോട്ടം മാത്രമല്ല, ഭഗവാനൊപ്പം തന്നെ കടന്നുറങ്ങിയും കൊണ്ടും ഭഗവാന്റെ ഒപ്പം തന്നെ സംസാരിച്ച് അങ്ങനെ കൂടെ കഴിഞ്ഞ പാണ്ഡവർക്ക് ഭഗവാന്റെ വിരഹം സഹിക്കാൻ വയ്യ. അവർ പലതും പറഞ്ഞ് പിടിച്ചു വെക്കും ഭഗവാനെ. ഇപ്പം പോകണ്ട, സമയത്രയായില്ലേ, ഇനിയിപ്പം പോയാൽ എപ്പോഴാണ് എത്തുക? വൈകുന്നേരമല്ലേ എത്തുക? രാത്രിയിലേ എത്തുക? രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. രാത്രി ഭക്ഷണം കഴിച്ചാൽ പറയും ഇനിയിപ്പോൾ എപ്പോഴാണ് പോവുക? ഉറങ്ങണ്ടേ? ഉറക്കം വരില്ലേ? ഡ്രൈവ് ചെയ്യും, ഉറക്കം വന്നാൽ എങ്ങനെയാണ്? നാളെ രാവിലെ നേരത്തെ പോവാം, അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ കേട്ട് ഭഗവാൻ അവിടെ ഇരിക്കും. രാവിലെ നേരത്തെ ആയാൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയും കൂടിയും കുടിക്കാണ്ട് എങ്ങനെയാണ് കൃഷ്ണ പോവുക? എന്നാൽ ശരി, എന്നാൽ കാപ്പി കുടിച്ചു. കാപ്പി മാത്രം മതിയോ? 8:30 ഇഡ്ഡലി ഉണ്ട്, അതും കൂടി കഴിച്ച് പോവാം. ശരി, കഴിച്ച് പോകുമ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ്? ഉച്ചയാകുമ്പോൾ വിശക്കില്ലേ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പോവാം. ഊണ് കഴിഞ്ഞാൽ വെയിലല്ലേ? 7 മാസമായി ഇപ്പം. ഇങ്ങനെ ഇത് പറഞ്ഞ് ഭഗവാനെ നിർത്തുകയാണ്. സംഗതി അവർക്ക് വിടാൻ വയ്യ, അതാണ് വിഷയം. ഭഗവാൻ പറഞ്ഞു, ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ ഈ പ്രശ്നം ആണ്. നിങ്ങൾ എന്നെ വിടാൻ ഉദ്ദേശമില്ലല്ലേ? അപ്പോഴേക്കും ഗാന്ധാരി വരുന്നു, കുന്തിദേവി വരുന്നു. ഗാന്ധാരി വന്ന് പോകുകയാണോ? കൃഷ്ണ ചോദിക്കുകയാണ്. ഈ ഗാന്ധാരിയാണ് കുറച്ച് മുന്നേ ശപിച്ചത് കൃഷ്ണനെ. ഇതാണ്, ഞാൻ നിന്നെ ശപിച്ചില്ലേ? ആ വിഷമമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ഭഗവാൻ ഗാന്ധാരിയെ. അമ്മയല്ലേ, അമ്മയ്ക്ക് മകനെ ശപിച്ചൂടെ? എന്താണ്, അമ്മയ്ക്ക് മകനോട് ദേഷ്യപ്പെടാലോ, അതൊന്നും ഒരു വിഷയമല്ല. ആരാണ്? കൃഷ്ണൻ. ഗാന്ധാരിക്ക് തൻ്റെ മക്കൾ എങ്ങനെ പറയാൻ വയ്യ, ചിത്ത പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ എന്തും വിളിക്കുക, എന്തും പറയാം. അതാണ്. എന്തായാലും യാത്ര പറഞ്ഞ് അവിടുന്ന് പുറപ്പെടുന്നു. അവിടെയുള്ള കൗരവ സ്ത്രീകളൊക്കെ ഭഗവാനെ കേമായിട്ട് സ്തുതിക്കുന്നു. ഇവിടെ പറയാണ്, അന്യോന്യമാസീത് സഞ്ചൽപ ഉത്തമ ശ്ലോക ചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതി മനോഹര. ആ കൗരവ സ്ത്രീകളുടെ സ്തുതി കേട്ട് ശ്രുതിദേവതകളൊക്കെ തലയാട്ടി സമ്മതിച്ചു എന്നാണ്. അപാരം തന്നെ. ഞങ്ങൾക്ക് പോലും ഇങ്ങനെ സാധിക്കുന്നില്ല. ആ ഭഗവാനെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ശ്രുതി എങ്ങനെ പറയുള്ളൂ? ഇതല്ല എന്നേ പറയുള്ളൂ. എന്താണ്? പരബ്രഹ്മം ഇതല്ല നേതി ഇതല്ല എന്നേ പറയാൻ പറ്റുള്ളൂ, ഇന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഈ പരബ്രഹ്മം എന്താ പോണു, തേരിക്കറി ഏതാ പോണു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനും തൊട്ട് കാണിക്കാനും ആർക്ക് സാധിക്കുന്നു? ഈ കൗരവ സ്ത്രീകൾക്ക് സാധിക്കുന്നല്ലോ. ഭാഗ്യവതികളെന്ന് ശ്രുതികൾ പോലും അവരെ പുകഴ്ത്തുകയാണ്. സവൈകിലായം പുരുഷഃ പുരാതനഃ യ ഏക ആസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ച കഥാത്മനീശ്വരേ നിമീലിതാത്മന്നിശി സുപ്തശക്തിഷു. ഇതാണ് സവൈകിലായം പുരുഷഃ. ആ പുരാണ പുരുഷൻ ആണ് ഈ പോണത്. സഹസ്രശീർഷാ പുരുഷ എന്നൊക്കെ വേദത്തിൽ സ്തുതിച്ച ആ പരമപുരുഷനാണ് തേരിക്കേറി പോണതെന്ന് പറഞ്ഞ് ആ കൗരവ സ്ത്രീകളൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ അവരെ അഭിനന്ദിക്കുന്നു. അങ്ങനെ അർജുനനും മറ്റുള്ള പാണ്ഡവരൊക്കെ കൂടെ ഭഗവാന്റെ കൂടെ അങ്ങനെ ചെന്നു. തേരിൽ കയറ്റി ഭഗവാൻ പോണ സമയത്ത് സങ്കടമായി. അവർക്ക് കരച്ചിൽ വന്നു. കണ്ണീരോടുകൂടി പറഞ്ഞയക്കരുതെന്ന അവർ തിരിഞ്ഞങ്ങോട്ട് നടന്നു. പോണ സമയത്ത് ആ ഡ്രൈവർ ചോദിച്ചു, അല്ല കൃഷ്ണ, നേരിട്ടങ്ങോട്ട് പോകണോ? ഹൈവേ കൂടെ പോവാം, വേഗം എത്തും ദ്വാരകയിൽ. ഭഗവാൻ പറഞ്ഞു, ആർക്കാ തിരക്ക്, വേഗം എത്തണ്ട. പലരും തന്നെ കാണാൻ വേണ്ടി പറ വെച്ച് വിളക്കം വെച്ചിരിക്കുന്നുണ്ട്. ഒരു യാത്ര പറഞ്ഞ് അവരോടൊക്കെ ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് തന്നെ പോകണുള്ളൂ, മെല്ലെ പോയാൽ മതി എന്ന് പറഞ്ഞു. സകല ദിക്കിലും എല്ലാ വീടുകളുടെയും മുറ്റത്തൂടെ ഭഗവാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയത്. അവിടെ എത്തിയ സമയത്ത് കുതിരകൾ വല്ലാണ്ട് ക്ഷീണിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാൻ ക്ഷീണിച്ചില്ല. അത്രയ്ക്കും പല ദിക്കിലും യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത്. എല്ലാവരെയും കണ്ട് അവരോടൊക്കെ ലോക്യം പറഞ്ഞ് ഭഗവാൻ ആ ദ്വാരകയിലേക്ക് എത്തി. തൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാൻ വിളിച്ചു. എത്തുന്നതിൻ്റെ മുന്നേ തന്നെ വിളിച്ചു. കാരണം 10 മിനിറ്റ് മുന്നേ ആണെങ്കിൽ ആ 10 മിനിറ്റ് മുന്നേ ഭഗവാന്റെ പത്നിമാർക്കുള്ള ആ ദുഃഖം, വിരഹ ദുഃഖം തീർന്നോട്ടെ. എത്തിയിട്ട് കണ്ടാൽ തീരും, അല്ല എന്നാലും ഒരു 10 മിനിറ്റ് മുന്നേ തീരാൻ നല്ലതല്ലേ എന്ന് കരുതി ഭഗവാൻ ആ ഗൈറ്റം കണ്ട് കടന്നപ്പോൾ തന്നെ തൻ്റെ കയ്യിലുള്ള ആ പാഞ്ചജന്യം അങ്ങോട്ട് വിളിച്ചു. സ ഉച്ചകാശേ ധവളോദരോദരോപ്യുരുക്രമസ്യാധര ശോണശോണിമ ദാധുമായമാനക്കരകണ്ഠ സമ്പുടെ യഥാബ്ജഖണ്ഡേ കളഹംസ ഉത്സ്വന. തൻ്റെ ആ വെളുത്ത ശംഖ് അതെടുത്ത് കയ്യിൽ വെച്ച് മുകളിലേക്ക് നോക്കി തൻ്റെ ചുവന്ന ചുണ്ടിനോട് ചേർത്തങ്ങോട്ട് വെച്ച സമയത്ത് ഭഗവാന്റെ കൈ ചെന്താമര പോലെ. ആ ശംഖാവട്ടെ, ശംഖിൻ്റെ വാല് വെളുത്ത ശംഖല്ലേ, അരയണത്തിൻ്റെ വാല് പോലെ. മുകളിൽ നിന്ന് ഇപ്പോൾ ഒരാൾ നോക്കുകയാണെങ്കിൽ എന്ത് തോന്നും? ഒരു അരയണ്ണം ഒരു ചെന്താമരയിൽ നിന്ന് വേറൊരു ചെന്താമരയിലേക്ക് തല താഴ്ത്തി വാല് പൊക്കി നിൽക്കുകയാണോ തോന്നും. ഭഗവാന്റെ ആ കരകമലത്തുനിന്ന് മുഖകമലത്തിലേക്ക് ശംഖ് ചേർത്ത സമയത്ത് ഇതാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള വർണ്ണന. ആ പാഞ്ചജന്യ ധ്വനി കേട്ട് സ്ത്രീകളൊക്കെ ഓടി വന്നു. അവരൊക്കെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. മക്കളൊക്കെ ഓടി വന്നു. വിദേശത്തുനിന്ന് ഭർത്താവ്, അച്ഛൻ വന്നു കഴിഞ്ഞാലുള്ള മക്കളുടെ സന്തോഷം ഉണ്ടാവില്ല, അതുപോലെ ഭാര്യമാർക്കാവട്ടെ വിദേശത്തുനിന്ന് ഭർത്താവ് വന്നാലുള്ള സന്തോഷം ഓടി വരുന്നു. അവരൊക്കെ ഇനി പോവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇനി ഇവിടെ തന്നെ, ഇനി അച്ഛൻ എവിടെയും പോവില്ല എന്നൊക്കെ പറഞ്ഞ മക്കളെ ആനന്ദിപ്പിച്ചും കൊണ്ട് ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ഭഗവാൻ എത്തിയത് ദ്വാരകയിൽ ഉത്സവം പോലെ കൊണ്ടാടുക. ഇങ്ങനെ ഇരിക്കുക ഹസ്തിനാപുരിലും ഉണ്ടായൊരു ഉത്സവം.
ഒരു കേമത്തം. എന്തുണ്ടായി അവിടെ ഒരാഘോഷം? എന്താ ചോദിച്ചാൽ അവിടെ ഉത്തര പ്രസവിച്ചു, ആൺകുട്ടിയാണ്, പേര് വിഷ്ണുരാധൻ. എന്താ അങ്ങനെ പേരിടാൻ കാരണം? വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ വിഷ്ണുരാധൻ. ആരാ രക്ഷിച്ചത്? ഭഗവാനല്ലേ. ഗർഭത്തിൽ വെച്ച് മരിക്കേണ്ട ആളാ, അയാളെ രക്ഷിച്ചത് ഭഗവാനായതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന് പേര്. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടത് ആ പേരിലല്ല, പരീക്ഷത്ത് എന്നുള്ള പേരിലാണ്. എന്താ കാരണം? വരുന്നവരെ മുഴുവൻ അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും എന്നാണ്. ആരാ എന്താ നോക്കണത്? ഭഗവാനാണോ നോക്കുകയാണ്, മയിൽപ്പീലിയുണ്ടോ നോക്കുകയാണ്, കറുത്ത നിറാണോ നോക്കുകയാണ്, നല്ലോണം നോക്കി ഗോപിക്കൂരുണ്ടോ നോക്കുകയാണ്. കാരണം എന്തിനാ? അത് ഭഗവാനെ കണ്ട ഒരു താങ്ക്സ് പറയണം, അന്ന് രക്ഷിച്ചല്ലോ, ആ ഗർഭത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ, ആ ഒരു നന്ദി പറയാൻ വേണ്ടി അദ്ദേഹം കാണുന്നവരൊക്കെ നല്ലോണം നോക്കും, ഭഗവാനാണോ 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 നോക്കും. അപ്പോൾ ഈ വരുന്നവരിട്ട പേരാണ് പരീക്ഷത്ത്. അത് മാത്രമല്ല, പരിതഹായിക്ഷതേ പരീക്ഷത്ത് എന്നാണ്. ചുറ്റും നോക്കുന്നവൻ. എന്ത്? ഈശ്വരൻ എവിടെ, ഈശ്വരൻ എവിടെ, ഈശ്വര സംബന്ധമായത് മാത്രമേ അദ്ദേഹം കാണുള്ളൂ, ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ട് പരീക്ഷത്ത്. അത് മാത്രമല്ല, പരീക്ഷയിൽ ജയിച്ചത് കൊണ്ട്, പരീക്ഷയിൽ ജിതനായതുകൊണ്ട് പരീക്ഷത്ത്. ഏത് പരീക്ഷയിൽ? നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞാലേ പരീക്ഷ ഉണ്ടാവുള്ളൂ. അദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ തന്നെ ഗർഭത്തിൽ തന്നെ വലിയൊരു പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണത്തിൽ പാസ്സായിട്ട് വന്ന ആളാ. അതുകൊണ്ട് അദ്ദേഹത്തിന് പരീക്ഷത്തെന്ന് പേര്. അദ്ദേഹത്തിൻ്റെ ജാതകമൊക്കെ ചെയ്തു. അവിടെ വെച്ച് ചില ബ്രാഹ്മണർ ഓരോരോ ഗുണങ്ങളൊക്കെ പറഞ്ഞു. രാമനെ പോലെ കേമനാവും, ധർമ്മിഷ്ഠനാവും, കൃഷ്ണനെ പോലെ എല്ലാവർക്കും ഇഷ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം നല്ലതല്ല മോശമുള്ളതും പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞൊരാൾ പാമ്പിൻ്റെ കടിയേറ്റിട്ടാണ് അവസാനം. അതൊക്കെ കേട്ടപ്പോഴേക്ക് വിഷമായി. പാമ്പിൻ്റെ കടിയൊക്കെ ഏറ്റ് മരിക്കുക പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ വേറൊരു ബ്രാഹ്മണൻ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, വേറൊന്നും കൂടി കാണുന്നുണ്ട്. എന്താ അത്? ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് ഭാഗവതം കേൾക്കാനുള്ളൊരു യോഗം ആർക്കുണ്ട്? അദ്ദേഹത്തിനുണ്ട്. അതങ്ങോട്ട് കേട്ടപ്പോൾ ആര് സന്തോഷിച്ചു. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? ഭാഗവതം കേട്ടിട്ടേ മരിക്കുള്ളൂ. ഭാഗവതം കേട്ട് മരിക്കാൻ വെച്ചാൽ പിന്നെ മരണം എന്നല്ല പറയുക, മുക്തി. എന്താണ്? ഇനി നമുക്കൊക്കെ മുക്തിയാ ആണ്, കേട്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, പിന്നെ എങ്ങനെ മരിച്ചാലും മുക്തിയാണ്. പരീക്ഷത്ത് ആദ്യ ദേഹം വിട്ടു. ആ വിട്ട ദേഹത്തെയാണ് ആര് കടിച്ചത്? ആ പാമ്പ് കടിച്ചത്. കുഴപ്പമില്ല, നമ്മൾ ഈ ദേഹം കെട്ടിയ സ്ഥിതിക്ക് ഭാഗവതം കേട്ട് ദേഹത്തെ എങ്ങനെ തള്ളുക, ഭഗവാനിലേക്ക് ചേരുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഹം വീണാൽ കുഴപ്പമില്ല, നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക, അങ്ങനെയായ വിഷമമില്ലാണ്ട കഴിയും. അത് കേട്ടപ്പം വലിയ ആശ്വാസമായി. അങ്ങനെ ഭഗവാൻ ഈ പരീക്ഷത്തിനെ കാണാനായിട്ട് വന്നു, അനുഗ്രഹിച്ചു. തിരിച്ചു പോകുന്ന സമയത്ത് അർജുനനെയും കൂടെ കൂട്ടി. അർജുന, ഇനി കുറച്ച് ദിവസം താൻ അവിടെ വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് ആരെ കൊണ്ടുപോയി? അർജുനെയും കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി. അങ്ങനെ ഇരിക്കെ വീണ്ടും ഇവിടെ ഹസ്തിനാപുരിൽ അത്ഭുതം ഉണ്ടായി. കുറേ കാലമായിട്ട് അവിടെ കാണാത്ത ആ വിതുരർ തിരിച്ചു വരികയാണ്. തീർത്ഥാടനത്തിന് പോയതായിരുന്നു, അദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പോരല്ലോ, എന്തിനേ പോയി എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അത് ഇവിടെ പറയണില്ലേ, തൃതീയ സ്കന്ധത്തിലാ പറയുക. അതും കൂടി നമുക്ക് ഈ കൂട്ടത്ത് പറയാം. വ്യാസരുടെ മക്കൾ തന്നെയാണ്, ഈ മക്കളുടെ കഥയാണ് അദ്ദേഹം പറയണതൊക്കെ. പ്രധാനമായിട്ട് 4 മക്കൾ: ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ, പിന്നെ ശ്രീശുകൻ ആണ്. ധൃതരാഷ്ട്രർ അദ്ദേഹം അർത്ഥത്തിൻ്റെ പ്രതീകമാണ്. പുരുഷാർത്ഥങ്ങൾ 4: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതൊക്കെ തന്നെയാണ് മക്കളായിട്ട് വർണ്ണിക്കുന്നത്. ധൃതരാഷ്ട്രർക്ക് സ്വത്താ പ്രധാനം. ധൃതം രാഷ്ട്രം ആണ്. രാഷ്ട്രത്തെ മുറുക്കി പിടിച്ചവൻ, കൊടുക്കില്ല, ഒരു സെന്റ് ഞാൻ കൊടുക്കില്ല. ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് ആര്? ധൃതരാഷ്ട്ര. അതാണ് കണ്ണ് കാണാത്തത്. കാശ് കുറേ ഉണ്ടെങ്കിൽ, അതിനോട് മമത ഉണ്ടെങ്കിൽ എന്ത് പറ്റും? പിന്നെ ഒരു കാണായ ഉണ്ടാവും, എല്ലാവരും കാണില്ല. പിന്നെ തൻ്റെ അത്ര ഉള്ളവരും തന്നെക്കാളുള്ളവരും മാത്രമേ കാണുള്ളൂ. അതാണ് അദ്ദേഹത്തിന് കണ്ണ് കാണില്ല പറഞ്ഞത്. പുറമേക്ക് മാത്രമല്ല, ഒന്നും കാണില്ല എന്നാണ് ആ ഒരു സ്വഭാവം. അതാണ് അർത്ഥം. പിന്നെ കാമം, പാണ്ഡു കാമത്തിൻ്റെ പ്രതീക. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത് തന്നെ, കാമാസക്തി കൊണ്ടാണ്. പിന്നെ ധർമ്മം, അതാണ് വിതുരൻ, ധർമ്മിഷ്ഠന. ധർമ്മം തെറ്റി നടക്കില്ല, നേർവഴിക്ക് അദ്ദേഹം സഞ്ചരിക്കുള്ളൂ. പിന്നെയൊന്ന് മോക്ഷം, ആരാത്? അതാണ് ശ്രീശുകൻ ആണ്. സർവസംഘ പരിത്യാഗി പരമഹംസൻ, അതാണ് ശ്രീശുകൻ. അതിൽ വിതുരർ തീർത്ഥാടനത്തിന് പോയി. എന്തേണ്ടായി? അതെന്തേണ്ടായി ചോദിച്ചാൽ, ധൃതരാഷ്ട്രയുടെ മക്കളുടെ ആ സ്വഭാവം കണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഏട്ടനെ ഉപദേശിക്കും വിതുരർ. നല്ലത് പറഞ്ഞു കൊടുക്കണ്ടേ? ഏട്ടാ, ഈ മൂത്ത മകനാ പ്രശ്നക്കാരൻ, ദുര്യോധനൻ. ബാക്കിയുള്ള മക്കളൊക്കെ ഇയാളെ അനുകരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഒഴിവാക്കിയാൽ ഈ രാജ്യം രക്ഷപ്പെടും, ഒരു വിഷമം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇവൻ അധർമ്മം ചെയ്യുമ്പോഴൊക്കെ ഏട്ടനിങ്ങനെ മൗനാനുവാദം കൊടുക്കുകയാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവട്ടോ, അവസാനം ഈ വംശം തന്നെ നശിക്കുകയുണ്ടാവുക എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരിക്കലത് പറഞ്ഞ സമയത്ത് ആര് കേട്ടു? അത് ദുര്യോധനൻ കേട്ടു. അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്താ അച്ഛാ ഈ ദാസീപുത്രൻ പൊലമ്പണത്? ഇയാളെ ശ്വാസം മാത്രം ബാക്കി വെച്ച് ഭടന്മാരെ പുറത്തേക്ക് വലിച്ചെറിയൂന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പം പിന്നെ വിതുരർക്ക് തോന്നി, ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം തൻ്റെ ശിരസിലുള്ള സ്വർണ്ണ കിരീടം അഴിച്ചു വെച്ചു, പട്ടുവസ്ത്രം അഴിച്ചു വെച്ചു, വലുക്കലം എടുത്തും കൊണ്ട് അദ്ദേഹം സന്യസിച്ചു. വിരക്തി വന്നു എന്നാണ്. എന്തിനീ രാജ്യം കടിച്ചു പിടിച്ചും കൊണ്ട് ഇവിടെ കഴിയണു? താൻ ആവണതുപോലെ ശ്രദ്ധിച്ചു നേരെയാക്കാൻ. നേരെയാവില്ല എന്ന് ഉറപ്പായി. ഇനിയിപ്പോൾ അവിടെ നിൽക്കണോ? ഇനി പുറപ്പെടുക എന്ന് കരുതി അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. സനിർഗത കൗരവ പുണ്യലബ്ധ,
അദ്ദേഹം ഇറങ്ങിയ സമയത്ത് ഇവിടെ വ്യാസർ പറയാണ്, ആരിറങ്ങിയത്? വിതുരരാണോ? അല്ല, കൗരവ പുണ്യലബ്ധ. കൗരവരിൽ ആരോ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഈ വിതുരൻ അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നത് ഇത്രയും കാലം. അവരെ, ആ വിതുരരെ ഇവര് അപമാനിച്ചില്ലേ? പുണ്യലബ്ധ സനിർഗത. കൗരവർ ഏതോ കാലത്ത് ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ട് കൂടെ നിന്ന് ആ പുണ്യം ഇറങ്ങിപ്പോണു. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ആപത്തല്ലേ ഉണ്ടാവുക. ആ വിതുരർ പോയി. കുറേ വർഷക്കാലം, എത്രയോ വർഷം, 30 വർഷം അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചു. ഒരിക്കൽ യമുനാതീരത്ത് വെച്ച് വേറൊരു ഭക്തനെ കണ്ടു. അയാളുടെ പേരാണ് ഉദ്ധവൻ. ഭഗവാന്റെ സ്വന്തം ആളാണ് ഉദ്ധവൻ. അവസാന കാലത്ത് ഭഗവാൻ ഉദ്ധവർക്കാണ് ഉപദേശമൊക്കെ കൊടുക്കുന്നത്. ആ ഉപദേശമൊക്കെ കേട്ട് ഭാഗവത തത്വമൊക്കെ ഗ്രഹിച്ച് ഭഗവാന്റെ മെതിയടി ശിരസിൽ വെച്ച് ഭഗവാന്റെ സുധാമഗമനം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ച് ബദരികാശ്രമത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആര്? ഈ ഉദ്ധവർ. ആ സമയത്താണ് യമുനാതീരത്ത് വെച്ച് ആരെ കണ്ടു? വിതുരരെ കണ്ടു. വിതുരരും ഉദ്ധവരും തമ്മിൽ അങ്ങനെ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തയെ കെട്ടിപ്പിടിച്ചു. അവരെ രണ്ടുപേരുടെയും കണ്ണുന്ന ആനന്ദ കണ്ണീര്, അവിടെ ആ യമുനാ നദിയുടെ കണ്ണീര്, ഒരു ത്രിവേണി സംഗമം എന്നാണ്. ഭക്തന്മാർ തമ്മിൽ കണ്ടാൽ പിന്നെ ഭഗവാന്റെ കഥയിലേ പറയാനുള്ളൂ. അഹോബകീയം സ്തനകാളകൂടം. ഭഗവാന്റെ ലീലകൾ അങ്ങനെ വർണ്ണിക്കുകയാണ്. ചെറുപ്പക്കാലത്ത് തന്നെ ഉണ്ടായ ആ ഒരു സമയത്ത് തന്നെ, അധികമായില്ല, അപ്പോഴേക്കും കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും ഭഗവാൻ കൊടുത്തത് എന്താണ്? മുക്തിയല്ലേ കൊടുത്തത്? വിഷപ്പാല തന്നത്. വിഷപ്പാല് തന്ന ആ പൂതനയ്ക്ക് പോലും അമ്മയ്ക്ക് കൊടുക്കണ ഗതി കൊടുത്തു, മുക്തി കൊടുത്തു. ഇവിടെ ചോദിക്കുകയാണ്, ഇങ്ങനെ വിഷപ്പാല് തന്ന പൂതനയ്ക്ക് പോലും മുക്തി കൊടുത്ത സ്ഥിതിക്ക് വാത്സല്യത്തോടെ പാല് കൂട്ടുന്ന യശോദയ്ക്കും ദേവയ്ക്കും കൃഷ്ണ നീ ഇനി എന്തെടുത്ത് കൊടുക്കും? ഏറ്റവും വലിയത് മോക്ഷ, അത് കൊടുത്തു കഴിഞ്ഞു. ആർക്ക്? ഈ ഒന്നിനും കൊള്ളാത്ത പൂതനയ്ക്ക് തന്നെ. ഇനിയിപ്പം ആ അമ്മയ്ക്ക് എന്ത് കൊടുക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞു. ഞാൻ അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നത് ആരെ? പൂതനയെ. കാരണം എന്താ? അമ്മയും മടിയിൽ വെക്കാറുണ്ട്, അതുപോലെ പാല് തരാറുണ്ട്. അതന്നെയല്ലേ അവളും ചെയ്തത്. നല്ലത് മാത്രം കാണാനേ ഭഗവാൻ വയ്ക്കൂ. കംവാദയാലും ശരണം വ്രജേമ. ഇത്ര ദയാലുവായിട്ട് ആരുണ്ട്? സുന്ദരികളായിട്ടുള്ള ഗോപസ്ത്രീകളെ വിട്ട് ആ മുക്കുവനിയായിട്ടുള്ള കുബ്ജരുടെ അടുത്തേക്ക് ഭഗവാൻ പോയില്ലേ എന്നാണ്. കംവാദയാലും ശരണം വ്രജേമ. അത്രയ്ക്കും ദയാലുവാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് അവസാനത്തെ ലീല, തന്നെ കൊല്ലാൻ നോക്കിയ ആ വേടന് പോലും മുക്തിയല്ലേ കൊടുത്തത്. കാൽക്കൽ അസ്ത്രം അയച്ച് മാനിനെ കെട്ടിയെന്ന് വിചാരിച്ച് ഓടി വന്ന്, ഞാൻ ബാബിയാണ് കൃഷ്ണ, അബദ്ധം പറ്റിപ്പോയി, എന്ത് ശിക്ഷ വേണമെങ്കിൽ തന്നോളൂ എന്ന് പറഞ്ഞ് കാലിൽ വീണ ആ വേടനോട് ഭഗവാൻ പറഞ്ഞത് എന്താ? മാ ഭൈർ ജരേത്വം ഉത്തിഷ്ഠ. ജരയെ പേടിക്കൊന്നും വേണ്ട, ഞാൻ അതാദ്യം കണക്കാക്കിയതാ. നിന്നെ ഞാൻ നിമിത്തമാക്കിയെന്നേ ഉള്ളൂ. ഇത് ഞാൻ കണക്കാക്കിയ നാടകമാണ്. നീ അധികം നേരം ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോയിക്കോളൂ. സുകൃതിനാമ്പതം. വൈകുണ്ഠത്തിലൊരു കസേര നിനക്ക് ബാക്കി വെക്കും ഞാൻ. സ്വസ്ഥമായിട്ടിരിക്കുക, ഒട്ടും വിഷമിക്കണ്ട. നീ തിരിച്ചു ചെല്ലോ, അവിടെ ഭാര്യ മക്കളൊക്കെ വിഷമിച്ചിരിക്കുമോ, നീ ഇവിടെ അങ്ങനെ നോക്കി നിൽക്കണ്ട. അധികം കഴിഞ്ഞാൽ തൊക്കെ മുങ്ങും. ചെല്ലൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. അത് മാത്രമല്ല, അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ അസ്ത്രം കൊണ്ട് നിനക്ക് അവകാശപ്പെട്ടതല്ലേ. മാനിന് അസ്ത്രം അയച്ചാൽ മാന് പിന്നെ വേടന അവകാശപ്പെട്ടതാ. മുയലിൻ്റെ നേരെ അസ്ത്രം അയച്ചാൽ മുയൽ പിന്നെ ആർക്ക് അവകാശപ്പെട്ടതാ? വേടന അവകാശപ്പെട്ടതാ. അപ്പം എൻ്റെ കാലിലേക്ക് നീ അസ്ത്രം അയച്ചാൽ പിന്നെ ഈ കാല് നിനക്ക് അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞ മഹാത്മാവല്ലേ ഭഗവാൻ. കംവാദയാലും ശരണം വ്രജയമാ. ഇത്ര ദയാലുവായിട്ട് ആരുണ്ട് എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ ഉദ്ധവരിക്കാരും പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ വിട്ടുപോയില്ലേ എന്നങ്ങോട്ട് കേട്ടതും വിതുരരാകെ സങ്കടപ്പെട്ടു. വലിയ വിഷമം. ചോദിച്ചു, അല്ല അങ്ങേക്ക് എന്താ വലിയ വിഷമമില്ലാത്തത് ഭഗവാൻ ഇവിടെ വിട്ടുപോയിട്ടും? ഉദ്ധവർ പറഞ്ഞു, എനിക്ക് ആത്മതത്വം ഉപദേശിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ. ആ കഥകൾ കുറേ ഇനിയിപ്പോൾ ഏകാദശ സ്കന്ധത്തിൽ കേൾക്കാം. ഏകാദശ സ്കന്ധം കേട്ടതുകൊണ്ട് എനിക്കെന്തില്ല, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഭഗവാൻ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. അത് കേട്ടപ്പം വിതുരർ പറഞ്ഞു, എന്നാൽ പിന്നെ ആ തത്വം ഒന്ന് എനിക്ക് ഉപദേശിച്ചു തരുമോ? അത് കേട്ടപ്പം ഉദ്ധവർ പറഞ്ഞു, ഉപദേശിച്ചു തരാൻ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരെ ഉപദേശിക്കേണ്ടതേ ആണ്. അത് ഉപദേശിക്കാനുള്ള അനുവാദം എനിക്കില്ല. കാരണം അങ്ങയുടെ ഗുരുനാഥൻ ആരാ? അത് മൈത്രേയ മഹർഷിയാണ്. അതെങ്ങനെ മനസ്സിലായി? ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തത്വങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ എൻ്റെ അടുത്ത് മൈത്രേയ മഹർഷി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ മൈത്രേയുടെ നോക്കി പറയാറുണ്ട്, വിതുരർ വരുമ്പോൾ അങ്ങത് പറഞ്ഞു കൊടുക്കണം കേട്ടോ, എൻ്റെ ഭക്തൻ വിതുരർ വരുമ്പോൾ അങ്ങത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരോട് പറയാറുണ്ട്? ആ മൈത്രേയരോട് പറയാറുണ്ട്. അങ്ങനെ തന്നെ ഞാൻ അങ്ങയെ പറ്റി കേട്ടിട്ടുണ്ട്. അതാണ്. അതങ്ങോട്ട് കേട്ട സമയത്ത് വിതുരർക്ക് തോന്നുകയാണ് അത്ഭുതം തന്നെ. നമ്മളൊക്കെ പറയാറ് അവസാന കാലത്ത് ഭഗവാനെ ഓർക്കണം എന്നാ. എന്നാൽ ആ ഭഗവാന്റെ അവസാന കാലത്ത് ആരോ ഓർത്തു? ഭഗവാൻ ഈ വിതുരരെ ഓർത്തില്ലേ? ഭക്തനെ ഭഗവാൻ മറന്നില്ലല്ലോ. ആ ഒരു ഭാവം. അദ്ദേഹം പിന്നെ വൈകിയില്ല. ഉദ്ധവരെ തൊഴുത് നമസ്കരിച്ച് നേരെ അങ്ങോട്ട് പോയി മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹത്തെ തൊഴുത് നമസ്കരിച്ചു. അവിടെ വെച്ച പല സംശയങ്ങളും ചോദിച്ചു. അങ്ങനെ ആ മൈത്രേയ മഹർഷി വിതുരർക്ക് ഭാഗവത ഉപദേശിച്ചു. അതാണ് വിതുര മൈത്രേയ സംവാദം. തൃതീയ സ്കന്ധവും ചതുർത്ഥ സ്കന്ധവും അങ്ങനെയാണ്. അങ്ങനെ ഒരു പരമ്പര ഭാഗവതത്തിനുണ്ട്. അങ്ങനെ അത് വർണ്ണിച്ചു വരുന്നു. ആ വിതുരർ മൈത്രേയ മഹർഷിയുടെ കയ്യിൽ നിന്ന് ഭാഗവതമൊക്കെ കേട്ട്
തിരിച്ചു വരികയാണ്. അതാണിപ്പം വിദുരഹ തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോഗതി. മൈത്രേയ മഹർഷിയിൽ നിന്ന് ആത്മഗതി തിരിച്ചറിഞ്ഞ് ആത്മതത്വം അറിഞ്ഞ് നല്ല പഴുത്ത പഴമായും കൊണ്ടുള്ള വരവാണ്. പോയ വിദുരരല്ല, തിരിച്ചു വരുന്നത്. നല്ല തേജസ്സുണ്ട് വിദുരർക്ക്, തത്വാർത്ഥങ്ങളൊക്കെ നല്ല പോലെ അറിയാം.